ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാൻ്റെ അടുത്ത് അറ്റോമിക് വെപ്പൺസ് ഉണ്ട്. അത് സംശയിച്ചിട്ട് കാര്യമില്ല. 1998 എനിക്ക് തോന്നുന്നത്. ഞാൻ റോമിലായിരുന്നു. നമ്മളുടെ പൊക്രാൻ, സെക്കൻഡ് പൊക്രാൻ, അതിനുശേഷം അവരും അത് എക്സ്ക്ലൂഡ് ചെയ്തു. സിപ്രി, സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ എണ്ണവും എന്താ പറയുക ഒരു വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമേരിക്കൻ തിങ്ക് ടാങ്ക്സും അതിൻ്റെ എണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ അടുത്ത് ആയുധങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത് അതിനുള്ള ഡെലിവറി ഇതും അവരുടെ അടുത്തുണ്ട്. മൂന്നാമത്തെ കാര്യം, അവർ ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പേരിൽ എപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കും. ആ ബ്ലാക്ക് മെയിലിന് നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് ന്യൂക്ലിയർ ഒരു വാർ ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റി പറഞ്ഞല്ലോ. നമ്മളുടെ മന്ത്രി പറഞ്ഞു ഒരു തുള്ളി പോലും അങ്ങോട്ട് പോവില്ല എന്ന്. പറഞ്ഞത് ശരിയാണ്. പക്ഷേ തൽക്കാലം തടഞ്ഞില്ലെങ്കിൽ വെള്ളം ഒഴുകും. അപ്പോൾ തടയണമെങ്കിൽ ഡാംസ് വേണം, അല്ലെങ്കിൽ കനാൽസ് വേണം. അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്നത് നിൽക്കില്ല. അത് പാകിസ്ഥാനും അറിയാം. പിന്നെ വേറെന്നുള്ളത്, നമ്മൾ ഈ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അത് ഫോറിൻ സെക്രട്ടറി ക്ലിയർ ആയിട്ട് പറഞ്ഞു, അത് നമ്മൾ അബേൻസിൽ വയ്ക്കുവാണ്. ടിൽ പാകിസ്ഥാൻ gives us credible assurance that from the soil of Pakistan there will not be any longer terrorist attacks against India. അപ്പോൾ പാകിസ്ഥാന് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് തക്കതായ ഒരു അഷ്വറൻസ് തരിക, ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. അതാണ് ഇപ്പോൾ പലരും, വാഷിങ്ടണായാലും മോസ്കോ ആയാലും പാകിസ്ഥാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു യുദ്ധം ആർക്കും ഗുണം ചെയ്യാൻ പോകുന്നില്ല. അതേസമയത്ത് തന്നെ നമ്മൾ അതിനുള്ള സന്നാഹം എടുക്കണം. വേണ്ടത് പാകിസ്ഥാന്റെ ബിഹേവിയറിലൊരു ചേഞ്ച് വരണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു യുദ്ധം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ തോറ്റാൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും തോൽക്കും. ഇന്ത്യൻ ആർമിയുടെ സുപ്പീരിയോറിറ്റി നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാനും അറിയാം. പക്ഷേ ഇന്ത്യ ടെറിട്ടറി ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങുമ്പോൾ വാഷിങ്ടണിൽ നിന്നും മോസ്കോയിൽ നിന്നും ബെയ്ജിങ്ങിൽ നിന്നും ഡിപ്ലോമാറ്റിക് പ്രഷർ വരും. രണ്ടുപേരും ഒരു സീസ് ഫയർ അംഗീകരിച്ച് ടേബിളിലിരുന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ചിത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല. സാർ, അങ്ങനെയാണെങ്കിൽ യുദ്ധമല്ലാതെ മറ്റെന്താണ് ഈ ഒരു വിഷയത്തിൽ പോംവഴി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. വാഷിങ്ടണും മറ്റ് തലസ്ഥാനങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തണം. പാകിസ്ഥാൻ ക്ലിയർ ആയിട്ട് പറയണം, ഞങ്ങളുടെ സോയിലിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ട് ടെററിസ്റ്റ് അറ്റാക്സ് ഉണ്ടാവില്ല. ഇത് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് അവരൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും പിന്നെ എന്തിനാ ചോദിക്കുന്നവരോട്? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫോറിൻ സെക്രട്ടറി പറഞ്ഞ ക്രെഡിബിൾ അഷ്വറൻസ്. ആ ക്രെഡിബിൾ അഷ്വറൻസിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് നമുക്കറിയാം അവിടെ ടെററിസ്റ്റിന് ക്യാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമ്പ്സ്
ഇല്ലാതാക്കണം. അപ്പോൾ ഒരു ഡിക്ലറേഷൻ മാത്രം പോരാ, കുറച്ച് ഫോളോ അപ്പ് ആക്ഷൻ കൂടി വേണം. അതുണ്ടായില്ല പുൽവാമ കഴിഞ്ഞിട്ട്, ബാലക്കോട്ട് കഴിഞ്ഞിട്ട് അതുണ്ടായില്ല. അത് കാരണമാണ് ഇത് പിന്നെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിക്ലറേഷൻ പ്ലസ് വെരിഫയബിൾ ആക്ഷൻ, അതാണ് വേണ്ടത്.